ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈക്ക അൺബോക്സിങ്ങും കൊണ്ടായിട്ടാണ്. ഈ നൈക്ക അൺബോക്സിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ മിക്ക പ്രൊഡക്റ്റും ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന പ്രൊഡക്റ്റാണ്. എന്ന് വെച്ചാൽ നൈക്കിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു അൺബോക്സിങ് ആണിത്. നല്ല ഹൈപ്പിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ അത്ര വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ തന്നെയാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നൈക്കയിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എനിക്ക് 2 പാക്കേജ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെലിവറി ഡേറ്റിലാണ് ഡെലിവേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു പാക്കറ്റ് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം അതിലെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു നൈൽ പോളിഷാണ്. നൈക്കയുടെ ഇൻസ്റ്റാഡ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിലുള്ള. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവരുടെ ഈ ഒരു റേഞ്ച് ഭയങ്കര ഇഷ്ടമാണെന്ന്. പെട്ടെന്ന് ഡ്രൈ ആവും, പിന്നെ അതേപോലെ തന്നെ നല്ല ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 353 ആണ് കേട്ടോ വരുന്നത്. ലൈലാക്ക് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല അടിപൊളി ഒരു ലാവൻഡർ ഷെയ്ഡാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ ബോട്ടിലെറ്റിയാണ് ഞാൻ റീപർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200ൻ്റെ ഉള്ളിലായിരുന്നു ഓഫർ പ്രൈസിന് വരുന്നത്. അപ്പം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ഒരു മസ്കാരയാണ്. ഈ ഒരു മസ്കാര എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. ഇതാണ് ഐറ്റം. ഇത് മേബിലൈൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. അവരുടെ ഈ ഒരു റേഞ്ചിൽ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു റേഞ്ചിലുള്ള മസ്കാരയാണ്. മേബിലൈൻ്റെ കുറേ മസ്കാര ഉണ്ട്. അവരുടെ ഒരു യെല്ലോ ബോട്ടിലാണ് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ 2ാമത്തെ പർച്ചേസിംഗ് ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് 800 ആ ഒരു ഇതിലാണ് റേറ്റ് വരുന്നത്. പക്ഷെ നമുക്ക് ഓഫർ പ്രൈസിൽ എപ്പോഴും ഒരു 500ൻ്റെ ഉള്ളിൽ കിട്ടും. പിന്നെ പ്രൈസ് കുറച്ച് കൂടുതലാണ്, എന്നാലും അതിനുള്ള സാധനം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് എല്ലാവരും ഈ ഫേക്ക് ലാഷസ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവില്ല അല്ലേ. ഭയങ്കര ഒരു ഭാരം പോലെ. എനിക്കൊക്കെ എസ്പെഷ്യലി അത് വെക്കാനും അറിഞ്ഞൂടാ. വെച്ചാൽ കണ്ണിന് ഭയങ്കര ഭാരം പോലെയാണ്. എപ്പോഴും ഇങ്ങനെ എടുത്ത് പറിച്ച് കളയാനൊരു ടെൻഡൻസിയാണ് എനിക്ക്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. എസ്പെഷ്യലി ലെൻസും ഇതും കൂടെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു മസ്കാര എന്ന് പറയുന്നത്. നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ. ഇതൊരു കോട്ടിട്ടാൽ മതി. നമ്മുടെ ലാഷസ് ഇങ്ങനെ ഇത്രയും നീണ്ടു നിൽക്കും. ഭയങ്കര കട്ടി ഉണ്ടാവും. ഇങ്ങനെ ക്രംബ്ലിങ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന എഫക്റ്റ് ഒന്നും അത്ര ഇല്ല. നമ്മളൊന്ന് നല്ല രീതിക്ക് കെയർ ചെയ്തിട്ട് ഇട്ടാൽ മതി. ഒരു കോട്ട് ഇട്ടാൽ തന്നെ മതി. ഭയങ്കര ഫേക്ക് ലാഷസ് വെച്ച അതേ ഫീലിംഗ് ആണ്. അപ്പോൾ ഫേക്ക് ലാഷസ് വെക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് ഭയങ്കര വെർത്താണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിസിൽസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു രീതിക്കാണ് കുഞ്ഞു കുഞ്ഞു പ്രിസിൽസ് ആണ് വരുന്നത്. ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ആണ്. ഭയങ്കര ഹൈപ്പുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഓരോ മിനിറ്റും സെല്ലായിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് എന്നാണ് നൈക്കയിൽ പറയുന്നത്. അപ്പം നല്ല അടിപൊളി സാധനമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മളെ നൈക്കയിൽ നിന്ന് മേടിച്ച പ്രൊഡക്റ്റ് അല്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്കിഷ്ടമുള്ളൊരു ഷെയ്ഡ് കാണിച്ചപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലി വന്ന് ചോദിച്ചിട്ടുണ്ടായി അത് ഏതായിരുന്നു ഷെയ്ഡ് എന്ന്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് കാണിച്ചു തന്നിട്ട് ഞാൻ നൈക്കയെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ ലിപ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിൽ വരുന്ന ഫ്രേയ നമ്പർ 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്. 200ൻ്റെ ഉള്ളിലാണ്. ഇത് എപ്പോഴും നൈക്കയിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ എപ്പോഴും വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഷെയ്ഡ് എങ്ങാനും തെറ്റിപ്പോയാലോ എന്ന്. കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഷെയ്ഡായിരുന്നു ഇത്. പക്ഷേ ഗൈസ് ഒന്നും പറയാല്ലേ, നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇതാണ് നല്ല ഭംഗിയില്ലേ. പാക്കേജിങ്ങും കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് നമുക്ക് മീഡിയം സ്കിൻ ടോൺ വരെ പോവും. ഡാർക്കറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തന്നെ ഫ്രേജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ട്. അതാണ് നല്ലത്. ഇത് ഫ്രേജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഡാർക്കായിട്ടുള്ള സ്കിൻ ടോണിന് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. നല്ലോണം ഡാർക്കും അല്ല, നല്ലോണം ലൈറ്റും അല്ല. നല്ലൊരു പെർഫെക്റ്റ് ന്യൂഡ് എന്നൊക്കെ പറയാം. നല്ല കൺസിസ്റ്റൻസിയാണ്. നല്ല സ്മെല്ലുമാണ്. നല്ലൊരു മിഠായിൻ്റെ സ്മെല്ലാണ്. അപ്പം നല്ല അടിപൊളി സാധനമാണ്. മാറ്റാണ് കേട്ടോ. മാറ്റ് ഫിനിഷാണ്, ക്രീമി ഫിനിഷ് ഒന്നുമല്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെന്തായാലും നൈക്കയിലുണ്ട്, വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ നൈക്കയുടെ പെട്ടി വന്നിട്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. രാവിലെ തൊട്ടേ ഞാൻ ഈ ബോക്സിന് വേണ്ടിയിട്ട് ഭയങ്കര
ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് അങ്ങനെയല്ല, നമ്മൾ ഭയങ്കര അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ ഇതുവരെ ഇത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ എന്താണെന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ, ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്മൾ സക്സസ്ഫുള്ളി പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബോക്സിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നൈക്കയുടെ ഈ ഒരു ക്രയോൺ ആണ് കേട്ടോ. ഇത് നൈക്കയുടെ മാറ്റലീഷ്യസ് ലിപ് ക്രയോൺ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു റേഞ്ചിലുള്ള ക്രയോൺ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ്. പക്ഷേ ഓഫറിൽ എപ്പോഴും നമുക്ക് 500 ഉള്ളിൽ കിട്ടും. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നമ്പർ 11 ജെയ്ഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇത്രയും പൈസ കൊടുത്തിട്ടുള്ള വാങ്ങാൻ കാരണം 500 എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ്, എന്നാലും അത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കാരണം ഇതിൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് വീഡിയോസൊക്കെ കണ്ടപ്പോൾ, ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോൾ അതിൽ 1-2 ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ടോ നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ഷാർപ്നർ ഉള്ളിലുണ്ട്, കാണാഞ്ഞിട്ടാണ് വരുന്നില്ല. അതിൻ്റെ ഉള്ളിലൊരു ഷാർപ്നറും കൂടെ കിട്ടും, ഷാർപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ട് നൈക്കയുടെ ക്രയോൺ ആണ്. അത്യാവശ്യം ചെറുതാണ്. നമ്മൾ ഇത് ഷാർപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും കൂടെ ചെയ്യും. അപ്പം ഞാൻ അതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരേ. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. നല്ല സൂപ്പർ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും പോവും. നമ്മൾ ഡസ്കി സ്കിൻ ടോൺ ആയിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, ഫെയർ ആയിക്കോട്ടെ, എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് പോവും. ആർക്കും വാഷ് ഔട്ട് ആവില്ല. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ ഫോർമുല ആണെങ്കിലും ഭയങ്കര ബട്ടറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ അതൊരു മാറ്റ് ഫോമിലേക്ക് മാറിക്കോളും. അതുകൊണ്ട് തന്നെ ഡ്രൈ ലിപ്സ് ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഈ ഷെയ്ഡ് നോക്കുന്ന സമയത്ത് കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. ഈ ലിപ്പിലിടുമ്പോഴേ കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, കാരണം ഞാൻ അത്രയും ഉപയോഗിച്ചിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആദ്യത്തെ ഷെയ്ഡ് തന്നെയായിരുന്നു ഇഷ്ടം. ചെറുതായിട്ട് ഇപ്പോൾ ഒരു ഡാർക്ക് കളർ ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തത് കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇനി ലിപ്സിലിടുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ആദ്യത്തെ ഷെയ്ഡ് തന്നെയായിരുന്നു ഇഷ്ടം. കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുണ്ട്, പക്ഷെ നല്ല അടിപൊളി ഷെയ്ഡാണ്. എല്ലാവർക്കും ചേരും കേട്ടോ. എല്ലാവർക്കും, എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഇത് വാങ്ങിക്കഴിഞ്ഞ് ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് അടിക്കില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഷെയ്ഡ് നെയിം മറക്കണ്ട. നൈക്കയുടെ 11 ജെയ്ഡ് റോസ് മാറ്റലീഷ്യസ് ലിപ് ക്രയോൺ. അടുത്തത് എന്താ നോക്കേ. ഇത് നമുക്കൊരു ഷാമ്പൂവും കണ്ടീഷണറും ആണ്. ഞാനങ്ങനെ ഹെയർ കെയറിൽ വലിയ കെയർ കൊടുക്കുന്ന ആളല്ല. ജസ്റ്റ് ഒരു ഷാമ്പൂ ഉപയോഗിക്കും, കണ്ടീഷണർ ഉപയോഗിക്കും, ഹെയർ ഓയിലും ചെയ്യും, വാഷ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അത്രയും റിസർച്ച് ചെയ്തിട്ട് സ്കിൻ കെയറിനെ പോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ മാറ്റിയിട്ടാണ് ഷാമ്പൂവും കണ്ടീഷണറൊക്കെ വാങ്ങിക്കാറുള്ളത്. ഞാൻ ഉപയോഗിച്ചതിൽ ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലമ്മിൻ്റെയാണ്. പക്ഷെ അത് കുറച്ച് റൈറ്റ് ഉള്ളതാണ്. ഞാൻ ഹെയർ കെയറിലേക്ക് വരുമ്പോൾ അത്രയും പൈസ കൊടുക്കാറില്ല. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ബജറ്റ് കുറവായതുകൊണ്ട് ഡവിൻ്റെ ഒരു ഷാമ്പൂവും ഒരു കണ്ടീഷണറുമാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഡ്രൈനെസ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറാണ്. ഇത് ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര നല്ല സാധനമൊന്നും അല്ല, എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. ഡ്രൈനെസ് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കാൽപ്പ് നല്ലോണം ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് അത്ര വലിയ ഹൈപ്പുള്ള സാധനമൊന്നുമല്ല. എന്നാലും ഞാൻ വാങ്ങിയതാണ്. അത്ര വലിയ ബജറ്റ് മുടക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഭയങ്കര കുറവാട്ടോ. ഇതിനും 100ൻ്റെ ഉള്ളിലേ ഉള്ളൂ, ഇതിനും 100ൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ കിട്ടിയോണ്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് 2 ഐറ്റം വരുന്നത്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഒരു ബ്രോ ജെല്ലാണ്. ഇത് ആക്ച്വലി എന്തിനാണ് മേടിച്ചതെന്ന് എനിക്കറിയില്ല. ഇത് ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഇത് കാർട്ടിൽ, അതായത് നമ്മുടെ ഓർഡറിൻ്റെ ഇതിൽ കാർട്ടിൽ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ജസ്റ്റ് അതിൽ കാർട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പിന്നെ അത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ അത് ഒഴിവാക്കാൻ വിട്ടുപോയി. ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, ഈ ബ്രോ ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ബ്രോ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് ബ്ലൂ ഹെവൻ്റെ സ്കൾപ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഐബ്രോ ജെല്ലാണ്. ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദിഗംബരൻ്റെ കൂട്ടി ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല. എൻ്റെ 227 രൂപ പോയി ഗൈസ്. ഇതിന് 227 ആണ്.
അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഐറ്റം എങ്ങനെയാണ് വരുന്നത്. ആക്സിഡൻ്റലി ഓർഡർ ചെയ്താണെങ്കിലും ഷെയ്ഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കേ. ഇതെന്താ ഗൈസ്, ചാരോ, ഒരു ചാര കളർ ഇട്ടോ. നോക്കിയേ, കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ജെല്ലും കൂടെ ഉണ്ട്, ഒരു ജെൽ ഫോമിലാണ്. ചിലപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോ അങ്ങനെ സെറ്റായിട്ട് ഇരിക്കും. സ്കൾട്ട് ആൻഡ് സെറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെറ്റായിട്ട് ഇരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. കാരണം ഞാൻ തീരെ ഐബ്രോ ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് പേടി, അവിടെ പൈസയും പോയി. എന്തായാലും ഞാൻ അത് ഉപയോഗിക്കാതിരിക്കില്ല. ചെറുതായിട്ടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കുനുകുന ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഉപയോഗിക്കും. വേസ്റ്റാക്കി ഞാൻ കളയൂല. ജസ്റ്റ് ഒന്ന് അവിടെ സെറ്റായിരിക്കട്ടെ. വലുതായിട്ട് ഉപയോഗിക്കില്ലെങ്കിലും ചെറുതായിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഐബ്രോ ഉള്ളവരാണ്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. ഇങ്ങനെ ത്രെഡ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഒരു ചാര കളറാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ബ്രൗൺ ഷെയ്ഡും ഉണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബ്ലൂ ഹെവൻ്റെ ഐബ്രോ ജെല്ല്. ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നൈക്കയുടെ നമ്പർ 1 സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നൈക്കയുടെ ലിപ്സ്റ്റിക് ആണ്. നൈക്കയുടെ മാറ്റുലാസ്റ്റ് റേഞ്ചിൽ വരുന്ന ചായ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിനെ പറ്റി കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാവും നൈക്കയുടെ ചായ്, മദ്രാസ് കാപ്പി എന്നൊക്കെ പറയുന്ന ഷെയ്ഡ് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. മദ്രാസ് കാപ്പി കുറച്ചും കൂടെ ലൈറ്റാണ് കേട്ടോ. ചായ് കുറച്ചും കൂടെ ഡാർക്കാണ്. ഇതിൻ്റെ 3ാമത്തെയോ 4ാമത്തെയോ പർച്ചേസിംഗ് ആണ്. പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് എനിക്കിഷ്ടമാണ്. ഈ ഷെയ്ഡിലും കുറച്ച് ചേഞ്ചസ് വന്നത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സ്വാച്ച് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ ഈ ഒരു ചായ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് വരുന്നത് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡായിരുന്നു. ഞാൻ ആദ്യം വാങ്ങുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗണാണ്, ബ്രിക്ക് ബ്രൗൺ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഫോർമുലയാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഭയങ്കര വാട്ടറി ആയിട്ടുള്ള ഫോർമുലയാണ്. ഇനി ഫോർമുലയിൽ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വന്നോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര വാട്ടറി ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഒരു ബ്രിക്ക് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എന്താ ചേഞ്ച് വന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 ആയിരുന്നു കേട്ടോ. പ്രൈസ് നമുക്ക് എപ്പോഴും ഓഫറിൽ കിട്ടും. അപ്പോൾ ഇപ്പം എങ്ങനെയാണ് ഷെയ്ഡ് നമുക്ക് നോക്കേ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഈ ഒരു പാക്കേജിങ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതിനെ ഇനി പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല മണമൊക്കെ പണ്ടത്തെ മണം തന്നെയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി പണ്ടത്തെ അതേപോലെ തന്നെയാണ്. വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതിൻ്റെ കളറ് വന്നിട്ട് ചെറുതായിട്ടല്ല, നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട്. പണ്ട് ഭയങ്കര ബ്രിക്കായിട്ടുള്ള ബ്രൗൺ ആയിരുന്നു കേട്ടോ. ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് കുറച്ചൊരു കൂടുതൽ ബ്രൗൺ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ബ്രൗണ് അടിപൊളി ബ്രൗണാണ്. എനിക്കിഷ്ടപ്പെട്ടിട്ടോ ഗൈസ് ഈ ബ്രൗണ്. സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ച് ഗൈസ്. ഞാൻ ചേരൂലെന്ന് വിചാരിച്ചിട്ടുണ്ടായി കുറേ ആൾക്കാർ ഷെയ്ഡ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ഇതാ നല്ല അടിപൊളി ബ്രൗൺ എനിക്കിഷ്ടമായി. ഭയങ്കര ഒരു നൈസായിട്ടുള്ള ബ്രൗണാണ്. എറിച്ച് നിൽക്കുന്ന ബ്രൗൺ അല്ല. എനിക്കിഷ്ടമായി. ചുണ്ടിലിടുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മാച്ച് ആവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെയുള്ള എൻ്റെ വീക്ഷണത്തിൽ നിന്നും മാച്ച് ആവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ബ്രൗൺ ഇട്ടോ എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ പറയില്ല, എനിക്ക് ഇവരുടെ ഫോർമുല അത്ര വലിയ ഇഷ്ടമല്ല. ഭയങ്കര ഡ്രൈയിങ് ആണ് ഇത്. ലിപ്പിലിട്ട് കഴിഞ്ഞാൽ ലിപ് ബാം ഇല്ലാതെ നമുക്ക് കൊണ്ടുനടക്കാനേ പറ്റൂല. അത്യാവശ്യം നല്ല ഡ്രൈയിങ് ആണ്. അപ്പോൾ ഡ്രൈ ലിപ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലിപ് ബാം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എല്ലാവർക്കും മാച്ച് ഔട്ട് ആയി പോവുകയും ചെയ്യും. കുറച്ചൊരു പീച്ച് വരുന്നുണ്ട് കേട്ടോ. അതിൽ പീച്ച് ടോണ് വരുന്നുണ്ട്. ഇനി ഇത് ചുണ്ടിലിടുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയുള്ളൂ. പക്ഷെ നല്ല ബ്രൗൺ. നൈക്ക ഈ ഒരു ഷെയ്ഡ് ചേഞ്ച് ചെയ്ത് നന്നായി. താങ്ക് യു നൈക്ക. നല്ലൊരു ബ്രൗൺ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ. അപ്പം എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ചായ് എന്ന് പറഞ്ഞിട്ട് നൈക്കയുടെ. വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഷെയ്ഡ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട്. എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് തേച്ചൊരച്ച് കുളിക്കാനുള്ള സോപ്പാണ് ഗൈസ് ഇത്.
പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മുടെ ഡവിൻ്റെ ഒരു സോപ്പാണ്. എൻ്റെ സോപ്പ് തീർന്നിട്ട് 2-3 ആഴ്ച കഴിഞ്ഞാൽ അതുവരെ ഷാമ്പു വെച്ചിട്ടായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെ പോകുമ്പോഴും ഞാൻ ഈ ഒരു സോപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറക്കൂട്ടോ. എവിടെ പോയാലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഈ ഒരു സോപ്പിൻ്റെ കാര്യം. അങ്ങനെ ഞാൻ നൈക്കയിൽ കാർട്ട് ചെയ്ത സമയത്ത് ഓർത്തിട്ട് ഞാൻ കാർട്ട് ചെയ്ത് വെച്ചൊരു സാധനമാണ്. ഇത്രയും ദിവസം ഞാൻ ഷാമ്പു കൊണ്ടാണ് കുളിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സോപ്പാണ്. ഡവ് സോപ്പ് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് എത്രത്തോളം ഭയങ്കര സോഫ്റ്റ് ആണെന്ന്. ഇത് ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കുന്ന സമയത്ത് പോലും പറയലുണ്ട്, ഇത് തേച്ച് കുറച്ച് കുളിച്ചാലും മേത്തുനിന്ന് പോകാത്ത പോലെ തോന്നും, ഭയങ്കര ഒരു വഴുവഴുപ്പ് പോലെ തോന്നും, എത്ര നമ്മൾ കഴുകി കളഞ്ഞാലും പോകാത്ത പോലെ തോന്നുന്നു. പക്ഷെ നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, ഇത് ഉപയോഗിച്ചവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. നല്ല അടിപൊളി സോപ്പാണ്. ഈവൻ ഡോക്ടേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്നൊരു സോപ്പാണ് കേട്ടോ ഇത്. അത്രയും ജെൻറ്റിലാണ്. നമ്മുടെ ഈ ചന്ദ്രിക, ഡെറ്റോൾ എന്നൊക്കെ പറയുന്നത് 99.9% ബാക്ടീരിയാസിനെയും കൊല്ലുന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നും ഒരു തേങ്ങയില്ല, ഒന്നും ചെയ്യില്ല, നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സോപ്പ് നല്ല അടിപൊളി സോപ്പാണ്. ഇനിയും ഇത് യൂസ് ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങിക്കോ. ഈ ഒരു സോപ്പ്, സെറ്റഫിലിൻ്റെ സോപ്പ്, അതൊക്കെ നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ. പിന്നെ വേറെ ഇതൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് സോപ്പ് ഉണ്ട് നല്ലത്, കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ ഒരു സോപ്പാണ് ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈക്ക ഹോള് എന്ന് പറയുന്നത്. ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കാലിയായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കുറേ അധികം പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് യൂസ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മടി കാണിക്കാതെ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.